മക്കളെ ജനുവരി മാസമായിട്ടുണ്ട് അല്ലേ? ഭയങ്കര രീതിയിലെ ടെൻഷനിലൂടെയാണ് ഓരോ നീറ്റ് വിദ്യാർത്ഥിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയമാകുമ്പോൾ കുട്ടികൾ പറയുന്ന അല്ലെങ്കിൽ വരുന്ന മെസ്സേജസ് ആണ്, സാറേ ഭയങ്കര രീതിയിലെ ടെൻഷനിലൂടെയാണ് കടന്നു പോകുന്നത്, എനിക്ക് പണ്ട് ഇത്ര സമയം പഠിക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ടെൻഷൻ കൊണ്ട് ആകെ ഇത്ര സമയം പഠിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. എങ്ങനെയാണ് സാറേ ടെൻഷനെ ഒന്ന് ഡീല് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്? മക്കളെ അതാണ് ഈ വീഡിയോ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മൾ ടെൻഷൻ എങ്ങനെ ഡീല് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ ഒരു ടെൻഷൻ്റെ ഒരു ബേസിക് ആയിട്ടൊരു ബയോളജിക്കൽ പാത്വേ എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ആൽമണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു അമിഗ്ഡല എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്ട്രെസ് റെസ്പോൺസിനെയും അല്ലെങ്കിൽ ടെൻഷനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ബ്രെയിനിലെ സെൻറ്റർ എന്ന് പറയുന്നത്. ഈ അമിഗ്ഡലയെ ചൊടിപ്പിക്കുന്നത്, ഈ അമിഗ്ഡലയെ ഓൺ ആക്കുന്നത്, സ്റ്റാർട്ട് ആക്കുന്നത് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മേജർ ഫാക്ടർ അൺസെർട്ടൈനിറ്റിയാണ്. നമ്മളൊരു ടോപ്പിക്കിൽ ഒരു വിഷയത്തിൽ നമ്മൾ അൺസെർട്ടൈൻ ആണെങ്കിൽ നമുക്ക് ഭയങ്കര രീതിയിലുള്ള പേടിയും ടെൻഷനും ഉണ്ടാവും എന്നാണ് ബയോളജി പറയുന്നത്. സോ നമ്മളിപ്പോൾ നമ്മൾ നീറ്റ് വിഷയത്തോട് വരുന്ന സമയത്ത് നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ മനസ്സിൽ എന്ത് തോട്ടാണുള്ളത്? എനിക്ക് ഒരുപാട് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്, എനിക്ക് അതറിയില്ല, ഇതറിയില്ല, ഇനി അത് പഠിക്കണം, ഇത് പഠിക്കണം എന്ന് പറയുന്ന വളരെ വേഗമായിട്ടുള്ള വളരെ അൺസെർട്ടൈൻ ആയിട്ടുള്ള ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതാണ് നമ്മൾ അമിഗ്ഡലയെ ചൊടിപ്പിക്കുന്നത് അല്ലേ? നമുക്ക് അതറിയില്ല, ഇതറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ എങ്ങനെ നമുക്ക് അമിഗ്ഡലയെ ചൊടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറ്റും? നമ്മൾ സെർട്ടൈൻ ആവുക എന്നുള്ളതാണ്. എങ്ങനെയാണ് സെർട്ടൈൻ ആവുക? മക്കളെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള ഈ സബ്ജക്റ്റിന് ഒരു കംപ്ലീറ്റ് ബ്ലൂ പ്രിൻറ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. എന്താണ് ബ്ലൂ പ്രിൻറ്റോട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓരോ പാഠത്തിനെയും ടോപ്പിക് വയസ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് ഫിസിക്സിന് വേറെ, കെമിസ്ട്രിന് വേറെ, ബയോളജിന് വേറെ എന്നോണം 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലൂ പ്രിൻ്റ് റെഡിയാക്കാം. ഇതിൽ ഓരോ ചാപ്റ്ററിനെയും ഓരോ ടോപ്പിക്കായി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ ടോപ്പിക്ക് എനിക്കറിയാം, ഈ ടോപ്പിക്ക് എനിക്കറിയില്ല എന്ന രീതിയിൽ കംപ്ലീറ്റ് സെർട്ടൈൻ ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾ ടെൻഷൻ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ എൻ്റെ മക്കൾ ഇന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഓരോ എന്ത് ചെയ്യുന്നു? ചാപ്റ്റർ പേര് ചെയ്യുന്നു, ഓരോരോ ടോപ്പിക്സ് ചെയ്യുന്നു, കറക്റ്റായിട്ട് അതിന് എന്ത് ചെയ്യുന്നു? അറിയും അറിയില്ല എന്ന് പറഞ്ഞ് വേർതിരിക്കുന്നു. ഈ അറിയാത്ത ടോപ്പിക്സിനെ ഒരു ബേസിക് പ്ലാൻ കൊടുത്തുകൊണ്ട് ഓരോരോ ദിവസവും ഞാൻ ഇന്ന ടോപ്പിക് മെല്ലെ കയറ്റി എല്ലാത്തിനെയും ഞാൻ അറിയുന്ന രൂപത്തിലോട്ട് ആക്കും എന്നുള്ളൊരു ധാരണ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ അമിഗ്ഡല സ്റ്റിമുലേറ്റ് ആവാതെ ടെൻഷൻ ഇല്ലാതെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഇനി ഇവിടെ പല മക്കളും പ്രശ്നം, സാർ എങ്ങനെയാണ് ഈ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക? സാർ എനിക്ക് ടോപ്പിക് ഡിവിഷൻ ഒന്നും അറിയില്ല, സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നാണെങ്കിൽ മക്കൾ ഒന്നും കൊണ്ട് മടിക്കേണ്ട. താഴേക്കാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ് സിലബസിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എൻ്റെ മക്കൾക്ക് നമ്മൾ തരാം. സോ കമ്മ്യൂണിറ്റിയിൽ ഭാഗമാവാം. സോ സീ യു ദേർ.